ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ്. നമ്മുടെ കറിയുടെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ചിങ്ങയും ചെമ്മീനും തേങ്ങ അരച്ച കറി എന്നാണ് ഇതിന്റെ പേര് കുറച്ച് വലിപ്പം കൂടിയ പേരാണെങ്കിലും കറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. ചോറിന് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തേങ്ങ അരച്ച പീച്ചിങ്ങയും ചെമ്മീനും റെഡിയാക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ പീച്ചിങ്ങയും ചെമ്മീനും കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെമ്മീൻ, തേങ്ങ ചിരവിയത്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ എടുത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, കടുകും വറ്റൽമുളകും നമുക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ഈ പീച്ചിങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പീച്ചിങ്ങ കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ചിങ്ങ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ ഇളയ പീച്ചിങ്ങ നോക്കി വാങ്ങിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മൂത്ത് പോയിട്ടുള്ള പീച്ചിങ്ങ ആണെങ്കിൽ കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമുക്ക് മുറിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പീച്ചിങ്ങ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ച പീച്ചിങ്ങയാണ്. കട്ട് ചെയ്ത് വാങ്ങിക്കാതെ നമ്മൾ വെജിറ്റബിൾ ഷോപ്പിൽ പോയിട്ട് പീച്ചിങ്ങ വാങ്ങിക്കുമ്പോൾ ഫുള്ളായിട്ടുള്ള പീച്ചിങ്ങ ആയിരിക്കുമല്ലോ. ആ പീച്ചിങ്ങ ഒന്ന് കുലുക്കി നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ആടുന്ന പീച്ചിങ്ങ ആണെങ്കിൽ ഇളയ പീച്ചിങ്ങ ആയിരിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒടിക്കുകയാണെങ്കിൽ വേഗം തന്നെ ഒടിഞ്ഞ് കിട്ടും. കൂടുതലും മൂത്ത് പോയിട്ടുള്ള പീച്ചിങ്ങ ആണെങ്കിൽ ഇതുപോലെ വേഗം ഒടിഞ്ഞും കിട്ടില്ല. നമ്മളിതുപോലെ ഇങ്ങനെ അനക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കില്ല, അതിങ്ങനെ സ്റ്റഡി ആയിട്ട് വെക്കുക, അത് വല്ലാതെ മൂത്തതായിരിക്കും. പീച്ചിങ്ങ നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ചിങ്ങയുടെ ഈ തൊലി പോർഷൻ ഉണ്ടല്ലോ, തൊലിയിൽ ഈ ഒരു ഹാർഡായിട്ട് നിൽക്കുന്ന പോർഷൻസ് ആദ്യം റിമൂവ് ചെയ്യുക. ഇത് നമ്മൾ കറിയിൽ കഴിക്കുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് ചവയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് റിമൂവ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ചിങ്ങയുടെ തൊലി മുഴുവനായിട്ട് നമ്മൾ കളയില്ല കേട്ടോ. ആ പീച്ചിങ്ങയുടെ തൊലിയും കൂടി ഉണ്ടെങ്കിൽ കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉള്ളൊരു വെജിറ്റബിൾ ആണ് പീച്ചിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടോ, ഇതുപോലെ നമ്മൾ പീച്ചിങ്ങയുടെ ആ തൊലി മുഴുവൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ പീച്ചിങ്ങയും ചെയ്തെടുക്കാം. ഇത് ഒരു പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തെടുത്തതാണ്, എങ്കിലും നമ്മൾ ഈ തൊലി കളഞ്ഞതിന് ശേഷം വീണ്ടും വാഷ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ചിങ്ങയിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആളുകൾക്ക് ഷുഗർ കുറയ്ക്കാനും പീച്ചിങ്ങ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് പീച്ചിങ്ങയ്ക്ക്. അപ്പോൾ പീച്ചിങ്ങ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹെൽത്തിന്. നമുക്ക് എപ്പോഴും അവൈലബിൾ ആകുന്ന വെജിറ്റബിൾ ആണല്ലോ പീച്ചിങ്ങയൊക്കെ. അപ്പോൾ പീച്ചിങ്ങ വെജിറ്റേറിയൻസിന് കഴിക്കാനാണെങ്കിൽ പീച്ചിങ്ങയും പരിപ്പും ഇതേപോലെ തന്നെ നമുക്ക് കറിയാക്കിയിട്ട് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോൺസ് ഒക്കെ കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പീച്ചിങ്ങയും പ്രോൺസും ചേർത്ത് തന്നെ കറി ഉണ്ടാക്കി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാ റെസിപ്പിയിലും നമ്മൾ പ്രോൺസ് ചേർക്കുകയാണെങ്കിൽ പ്രോൺസിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ പ്രോൺസ് അവൈലബിൾ ആണെങ്കിൽ പ്രോൺസ് ചേർത്ത് തന്നെ കഴിക്കുക. പിന്നെ ഞാനിത് മുഴുവനും തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങയുടെ ആ തൊലി മുഴുവൻ നമ്മൾ മാറ്റിയതിന് ശേഷം, തൊലി മുഴുവൻ വെച്ചാൽ സൈഡിൽ ഇങ്ങനെ ഹാർഡായിട്ട് നിൽക്കുന്ന തൊലി ഉണ്ടല്ലോ, അത് മുഴുവൻ മാറ്റിയതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. പീച്ചിങ്ങ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പീച്ചിങ്ങ കറിക്ക് ടേസ്റ്റ് കുറവായിരിക്കും, പീച്ചിങ്ങ കുക്കാവാനും ടൈം എടുക്കും. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ആ കഷ്ണങ്ങളിലേക്കെല്ലാം ഉപ്പും എരിവൊക്കെ വേഗം തന്നെ പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പീച്ചിങ്ങ കട്ട് ചെയ്യുമ്പോൾ വലിയ പീസായിട്ട് കട്ട് ചെയ്യാതെ ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ 3/4 കിലോ പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. 3/4 കിലോ പീച്ചിങ്ങയ്ക്ക് 1/4 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെമ്മീൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൽ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ നമ്മൾ ഈ കറിയിൽ. അപ്പോൾ ചില ആളുകൾക്ക് ചെമ്മീനൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ ആ നിർബന്ധമായിട്ടുള്ള ആളുകളാണെങ്കിൽ വെളുത്തുള്ളി ചേർക്കുക. നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ചെയ്യുമ്പോൾ വെളുത്തുള്ളി യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് പീച്ചിങ്ങ മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഇതുപോലെ നൈസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ മുഴുവൻ കട്ട് ചെയ്യട്ടെ. ഇപ്പം നമ്മുടെ പീച്ചിങ്ങ മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ തിന്നായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത്, ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ പീച്ചിങ്ങ കുക്ക് ചെയ്യാൻ പോകുന്നത് മൺചട്ടിയിലാണ്. ഞാനിപ്പോൾ ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പീച്ചിങ്ങയ്ക്കും പ്രോൺസിനും ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പീച്ചിങ്ങയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർക്കും. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ പോലെയുള്ള ചില വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ഹാഫ് കുക്ക് ആയതിനു ശേഷം ഉപ്പ് ചേർക്കുള്ളൂ. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഒരു തണ്ട് കറിവേപ്പില ഇപ്പോൾ ഈ പീച്ചിങ്ങയുടെയും പ്രോൺസിൻ്റെയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ എരിവുള്ള കറിയല്ലല്ലോ, ചെറിയ എരിവേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ പീച്ചിങ്ങ കറിക്ക്. അപ്പോൾ കൂടുതൽ പച്ചമുളക് ചേർക്കണ്ട. ഇതിപ്പോൾ വെള്ളം കുറവാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ചിങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കൂടുതൽ ഗ്രേവി ആയിട്ടുള്ള കറിയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പീച്ചിങ്ങയും പ്രോൺസും കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി വെള്ളം ചേർക്കുന്നില്ല. ഇതിപ്പോൾ തിളച്ച് വരുമ്പോൾ കാണാൻ പറ്റും നമുക്ക് വെള്ളം എത്ര ഉണ്ടെന്നുള്ളത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പീച്ചിങ്ങൊക്കെ വേഗം കുക്കാവട്ടെ. അധികം കുക്കിംഗ് ടൈം ഇല്ലാത്ത വെജിറ്റബിൾ ആണ്. വേഗം തന്നെ കുക്കായി കിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെച്ചിരുന്ന വെള്ളം കൂടുതലായിട്ട് തോന്നുന്നില്ലേ, അപ്പോൾ പീച്ചിങ്ങ കുക്കായി വരുമ്പോൾ വെള്ളം കറക്റ്റ് ആയിക്കോളും. ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാതിരിക്കുക. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളം വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ കുക്ക് ചെയ്യാന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പകുതി, അതായത് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് എത്ര തേങ്ങയുണ്ടെന്ന് കപ്പിൽ നമുക്ക് മെഷർ ചെയ്തിട്ട് ചേർക്കാം. ഇതിപ്പോൾ ഒരു 1.25 കപ്പ് തേങ്ങ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ 2 ഉള്ളി ചേർക്കുക, 1/2 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി പീച്ചിങ്ങയിൽ ചേർത്തിട്ടുണ്ട് എങ്കിലും അരപ്പിനും കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും, ഒരു 4-5 ഇതിൽ കറിവേപ്പില. ഇത്രയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. പിന്നെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങയും ചെമ്മീനും കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പീച്ചിങ്ങ. ഇതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ഇളയ പീച്ചിങ്ങയാണെങ്കിൽ ഈ ഒരു 10 മിനിറ്റിനുള്ളിൽ കുക്കായി വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ടൈം കൂടും. അതുപോലെ തന്നെ പീച്ചിങ്ങ കറക്റ്റായിട്ട് ഇതുപോലെ സോഫ്റ്റായി വരില്ല, കുറച്ച് ഹാർഡായിട്ട് തന്നെ ഇരിക്കുക. ഒരു ചവയ്ക്കുമ്പോൾ എന്താ പറയുക, ഒരു നമുക്കൊരു അസ്വസ്ഥത തോന്നും. ചവച്ചങ്ങ് ഇറക്കാനൊരു സുഖം തോന്നില്ല. അങ്ങനെയാണ് മൂത്ത് പോയിട്ടുള്ള പീച്ചിങ്ങയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളൂ, ഇത് മതി. ഇനി ഇതൊന്ന് തിളച്ചു തുടങ്ങണം. തിളച്ചു തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ബബിൾസ് ഒന്ന് വല്ലാതെ അങ്ങ് തിളച്ചു പോവണ്ട, ഒന്ന് നന്നായി ചൂടായി ചെറിയ ബബിൾസ് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ ഈ കറി ചൂടാവണം. അതിനുവേണ്ടി നമ്മൾ കറി തിളച്ചു പോവാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇളക്കിക്കൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കറി തിളച്ചു പോവും. അപ്പോൾ കറിയുടെ ടേസ്റ്റിൽ തന്നെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പുളിശ്ശേരി പോലെയുള്ള റെസിപ്പിയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് തേങ്ങ അരച്ച് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ കറി റെഡിയായി കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് വറവ് റെഡിയാക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പീച്ചിങ്ങ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക പീച്ചിങ്ങയിലേക്ക്. ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ്, അല്ലാതെ ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ലൂസായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. അതുപോലെ തന്നെ തേങ്ങയും കുറച്ചുകൂടി അരച്ച് ചേർക്കണം. അപ്പോഴേ ലൂസായിട്ടുള്ള ഗ്രേവി ആണെങ്കിലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം.
അപ്പോൾ എരിവൊക്കെ കറക്റ്റായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിരുന്ന കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ആ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, പച്ചമുളകിൻ്റെ ചെറിയ എരിവും എല്ലാം കൂടെ ആയപ്പോൾ കറക്റ്റായിട്ടുള്ള എരിവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെമ്മീൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ട് ചെയ്യാം. ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഉണക്കച്ചെമ്മീൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഉണക്കച്ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് ചെയ്ത് തന്നെ ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവും, ഒന്ന് പൊടിച്ച് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ പരിപ്പ് ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ പരിപ്പ് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം പരിപ്പിലേക്ക് പീച്ചിങ്ങ ചേർത്ത് കുക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് കുക്കായി വരില്ല, പീച്ചിങ്ങ വേഗം തന്നെ കുക്കായി പോവും. അപ്പോൾ വെജിറ്റേറിയൻസിന് പരിപ്പ് ചേർത്തിട്ട് ചെയ്യാം, നോൺ വെജിറ്റേറിയൻസിന് ഇതുപോലെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി കുറുകി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു ലൂസായിട്ടുള്ള ഗ്രേവി ഇളക്കുന്നതും കുറച്ച് തിക്കായി വരുന്ന ഗ്രേവി ഇളക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ. നന്നായിട്ട് ആവിയൊക്കെ പൊങ്ങി വരുന്നുണ്ട്, ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ചട്ടിക്ക് ചൂടുണ്ടല്ലോ, ആ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കറി ഒന്നുകൂടി കുറുകും. പിന്നെ നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. ഞാൻ ഈ ചട്ടി ഒന്ന് മാറ്റി വെക്കട്ടെ. നമ്മളിപ്പോൾ വറവ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി, ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കപ്പക്കറിയിൽ കടുക് കൂടുതൽ ചേർത്താലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കടുക് എന്താ വെറുതെ കിട്ടുന്നതാണോ, അതുപോലെ തന്നെ കടുക് കാണാൻ ഭംഗിക്ക് മാത്രം ചേർക്കുന്നതാണോ എന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കടുക് വെറുതെ കിട്ടുന്നതല്ല, പക്ഷെ ചില റെസിപ്പിയിൽ നമ്മൾ കൂടുതൽ കടുക് ചേർത്താലേ കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ കടുക് ചേർത്ത കറികൾക്ക് കൂടുതൽ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാനത് റിപ്ലൈ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാണാൻ ഭംഗി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കടുക് കുറച്ച് ചേർത്തിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ കറി കാണാൻ ഭംഗിയില്ല. അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ട് തൃപ്തിപ്പെട്ടതിന് ശേഷമാണല്ലോ കഴിച്ചിട്ട് തൃപ്തി ഉണ്ടാവുക. അതുകൊണ്ടാണ് ആദ്യം കാണാൻ ഭംഗിക്ക് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കടുകൊന്ന് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഈ ഉള്ളിയുടെ കളർ ഇനി ഒന്ന് ലൈറ്റായിട്ട് ചേഞ്ച് ആയി വരണം, കൂടുതൽ കളർ മാറിപ്പോകണ്ട. പിന്നെ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന വേറൊരു കറി ഉണ്ട്, നമ്മുടെ ചെമ്മിപ്പുളിയും ചെമ്മീനും കറി റെഡിയാക്കിയിട്ടുണ്ട്. അത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ആ കറി കണ്ടിട്ടില്ലാത്ത ആളുകൾ കണ്ടതിന് ശേഷം ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ആ കറി. അപ്പോൾ മാർക്കറ്റിൽ അതുപോലെ തന്നെ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ പോയിട്ട് ചെമ്മിപ്പുളി കാണുകയാണെങ്കിൽ വാങ്ങിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെമ്മിപ്പുളി മരം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെമ്മിപ്പുളി ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കാം. അപ്പോൾ എല്ലാവരും ചെമ്മിപ്പുളി മരം വീട്ടിലുള്ള ആളുകൾ ഫ്രഷ് ആയിട്ടുള്ള ചെമ്മിപ്പുളിയൊക്കെ പറിച്ചെടുത്ത് കറി ഉണ്ടാക്കി കഴിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് കറി ഉണ്ടാക്കി കഴിക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളകിൻ്റെ കളർ മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ വേഗം ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കറിയിലേക്ക് കുറച്ചേ ചേർക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വയ്ക്കും. കറിയിലേക്ക് ചേർക്കുമ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഫൈനലായിട്ടൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാണ്. ഉപ്പും എരിവൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാൻ ബുദ്ധിമുട്ടല്ല. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ കറിക്ക് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പും എരിവും കറക്റ്റായാലേ എല്ലാ കറികളിലും ടേസ്റ്റി ആവുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും വറ്റൽമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമ്മുടെ കറിയിലേക്ക് മിക്സ് ആവും. ഇനിയിപ്പോൾ നമുക്കിത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം. പിന്നെ ചൂട് ചെറുതായിട്ട് കുറഞ്ഞു കഴിഞ്ഞ് ഒരു ഇളം ചൂടിൽ ഈ കറി കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. വല്ലാതെ ചൂടിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ പീച്ചിങ്ങയും ചെമ്മീനും കറി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്